നോട്ട് നിരോധനത്തോട് കൂടിയിട്ട് ഒരടി കിട്ടി. അത് കഴിഞ്ഞ് കൊറോണ ഫുള്ളായിട്ട് തകർത്തു. ഇനി എന്ത് എന്നുള്ളതൊരു ചോദ്യം ഭയങ്കരമായിരുന്നു. ഇത്ര ആളടിയിലല്ല കേട്ടോ ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഇതിലേറെ ആളുകൾ ഉണ്ടാവണം എന്നാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. സത്യത്തിൽ VAK പ്രിൻസിപ്പിൾ മാത്രം നിങ്ങൾ നിങ്ങളെ സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്താൽ മതി, എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് വേണം, എൻ്റെ ഫ്രണ്ട് ഓഫീസർ, നല്ലൊരു ഫ്രണ്ട് ഓഫീസർ വേണം. എൻ്റെ ഓഡിറ്ററി എന്ത് ചെയ്യണം, ക്ലിയർ ആക്കണം. കസ്റ്റമർ വരുമ്പോഴേ ഓരോ മോൾഡ് ചെയ്ത് റെഡിയാക്കി സെറ്റിക്ക് ഒരു ഫീലും വേണം. ഞാൻ അവിടെ ഒരു AC വെച്ചു. ഇതോട് കൂടിയിട്ട് അവിടെ എന്തായി, അവിടെ ഫുള്ള് എനർജി ലെവല് മാറി. ഈ 3 സംഭവം എന്തായി, ഭയങ്കര സക്സസ് ആയി. ഭയങ്കര സക്സസ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ എൻക്വയറി വരുന്നത് അഡ്മിഷൻ, പിന്നെ പുതിയ കോഴ്സുകൾ ഞാൻ ഡിസൈൻ ചെയ്തു. ഞാൻ ആകെ കാണുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ ലാസ്റ്റ്. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫുള്ള് കുട്ടികൾ വേണം, ഫുള്ള് നല്ല നല്ല തിരക്ക് വേണം, എപ്പോഴും ഫുള്ളായിരിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് ഞാൻ അങ്ങനെ കണ്ടിരുന്നു ആ സമയത്ത്. അത് എത്രത്തോളം ആവുന്നൊന്നും എനിക്ക് ഇവിടുന്ന് പോകുമ്പോഴും കോൺഫിഡൻ്റ് ഒന്നുമില്ല. പക്ഷേ ആ സംഭവം അവിടെ സംഭവിച്ചു, 100% സംഭവിച്ചു. പറഞ്ഞാൽ ഇന്ന് കുട്ടികൾ ചോദിക്കൽ ഈ ബാച്ചിക്ക് ഇനി അഡ്മിഷൻ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട സിറ്റുവേഷനായി. ഇതിനൊക്കെ കാരണം എന്താ വെച്ചാൽ ഈ സത്യത്തിൽ എന്താ വെച്ചാൽ ഈ ഒരൊറ്റ ക്ലാസ് ഓരോ സംഭവങ്ങളും നമുക്ക് എന്ത് ചെയ്തോ എഫക്റ്റീവ് ആക്കാൻ, ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആക്കാൻ പറ്റി. എനിക്കിത് പറയാതിരിക്കാനൊരു വഴിയില്ല. നമുക്കൊരു സന്തോഷം കിട്ടുമ്പോൾ ആ സന്തോഷം പങ്കുവെക്കുമ്പോഴേ നമുക്കത് കൂടുതലായിട്ട് വരുള്ളൂ. 2001 ഞാനൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ വളരെ സ്ട്രെയിൻ ചെയ്ത് വളരെ കഷ്ടപ്പെട്ടിട്ട് ഉയർത്തി കൊടുക്കുന്നതായിരുന്നു സ്ഥാപനത്തെ. നോട്ട് നിരോധനത്തോട് കൂടിയിട്ട് ഒരടി കിട്ടി. അത് കഴിഞ്ഞ് കൊറോണ ഫുള്ളായിട്ട് തകർത്തു. എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് സത്യത്തിൽ അതിൽ വേറെ ബിസിനസ്സുകളൊക്കെ ചെയ്തെങ്കിലും അതൊക്കെ ഫ്ലോപ്പായി. അതും കൂടെ കഴിഞ്ഞോടുകൂടി ഞാൻ സത്യത്തിൽ മെൻ്റലി തകർന്നു, ഫിനാൻഷ്യലി തകർന്നു. ഇനി എന്ത് എന്നുള്ളതൊരു ചോദ്യം ഭയങ്കരമായിരുന്നു. എന്തായാലും എന്നോട് വേറൊരാളോട് സംസാരിച്ച് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ എന്തായാലും തുറക്കും, നിങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങളെ ഫീൽഡിൽ നിന്ന് പോവാൻ പാടില്ല. കാരണം 18 വർഷം 2 വർഷം കൊറോണ, 20 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ എന്തായാലും കൊണ്ടുപോകാൻ പാടില്ല. കാരണം പോസ്റ്റർ ഒട്ടിച്ച് അതിൻ്റെ A to Z എല്ലാ സ്പന്ദനങ്ങളും അറിഞ്ഞുകൊണ്ട് വന്ന ആളാണ്. അതായത് പോസ്റ്റർ ഒട്ടിക്കാൻ ഞാൻ പോകുന്നു, വേറെയുള്ള ആളുകളെ കമ്പ്യൂട്ടറൊക്കെ സർവീസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാഫിന് സാലറി കൊടുക്കണു, അങ്ങനെയൊക്കെ കൊണ്ട് നടന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പുതിയൊരു ഡൊമൈന് കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. ഭയങ്കരമായിട്ടുള്ളൊരു പ്രയാസകരം എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ഞാൻ വീണ്ടും ഇതിലേക്ക് തന്നെ തിരിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യാദൃശികമായിട്ട് ഈ റൂമിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഭയങ്കര ഒരു അനുഗ്രഹമാണ്. NLP എന്നൊക്കെ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. മൊയ്നൂനെ അറിയില്ല, മൊയ്നൂനെ ഞാൻ കേട്ടിട്ടുമില്ല, ആദ്യമായിട്ട് കേൾക്കുകയാണ്. അന്ന് ഇത്ര ആളടിയിലല്ല കേട്ടോ ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഇതിലേറെ ആളുകൾ ഉണ്ടാവണം എന്നാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. സത്യത്തിൽ എനിക്ക് സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് പേടിയായിരുന്നു. പക്ഷെ ഞാനിവിടെ വരുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടാക്കി പോരുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടാതിരിക്കില്ല എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ വന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ കരുതിൻ്റെ ഒരു എന്താ പറയുക, നമുക്കൊന്നും അടുക്കാൻ പറ്റാത്ത ഒരു എന്താ പറയുക ഭയങ്കര പവറുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രെയിനാണ്, വലിയ ട്രെയിൻ. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും തോന്നിയത്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ സനൽകുമാർ സാർ ഇങ്ങനെ പറയും. സനൽകുമാർ സാർ ഇങ്ങനെ ഡയലോഗുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ഓരോരോ കാര്യങ്ങൾക്കും സാറ് പറയും. സാർക്ക് കുറേ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് സാറ് പറയും. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ആഗ്രഹിക്കും, എനിക്കും എന്ത് ചെയ്യാൻ പറ്റണം, ഇതേപോലെ എനിക്കൊന്ന് പറയാൻ പറ്റണം ചോദിക്കണേന്ന്. എനിക്ക് അപ്പോഴും എന്തില്ല, കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആ സാധനമൊക്കെ അത് കഴിഞ്ഞ് പോയിട്ടാണ് എനിക്ക് ഈ സാധനങ്ങളൊക്കെ സത്യത്തിൽ കിട്ടിയത്. എന്താ വെച്ചാൽ ഞാൻ ഇവിടുന്ന് കളക്ട് ഇത് പോയിട്ടുണ്ട്, വർക്കൗട്ട് ആയത് പിന്നെയാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ ഇതിനെ അപ്ലൈ ചെയ്യും എന്നാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അന്ന് വേറൊരു വാക്ക് സാറ് പറഞ്ഞിരുന്നു, എന്താ വെച്ചാൽ കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പറഞ്ഞപ്പോൾ സാർ കൊക്കങ്ങോട്ട് വലുതാക്കിയാൽ മതി എന്ന് പറഞ്ഞു. കൊക്കണ് വലുതാക്കിയാൽ മതി എന്നാൽ പിന്നെ പ്രശ്നമില്ലെന്നാണ് ചോദിച്ചത് സാർ. അങ്ങനെ ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ തീരുമാനിച്ചു എൻ്റെ കൊക്ക് സംഭവം വലുതാക്കാം. VAK പ്രിൻസിപ്പിൾ മാത്രം നിങ്ങൾ നിങ്ങളെ സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്താൽ മതി, എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്ന് പറഞ്ഞു.
അപ്പോഴും ഞാൻ ഇത് നമ്മൾ എങ്ങനെ വർക്കൗട്ട് ആക്കാന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോരോ സ്റ്റൈലല്ലേ, ഇത് മാത്രമായിരുന്നു ചിന്ത. 2-3 ദിവസം അങ്ങനെ കഴിഞ്ഞപ്പോൾ ഓരോരോ ഭാഗങ്ങൾ ഞാൻ പൊളിക്കാൻ. അതായത് എൻ്റെ കയ്യിൽ പരിമിതമായിട്ടുള്ള ഫണ്ട് മാത്രമേ ഉള്ളൂ. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെയധികം ഡൗൺ ആയി നിൽക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യാന്നില്ലല്ലോ. ആ സമയത്ത് ഞാൻ ഫസ്റ്റ് മാറ്റിയത് എൻ്റെ വിഷ്വൽ കാറ്റഗറി സംഭവങ്ങൾ മാറ്റി. എൻ്റെ സ്ഥാപനത്തിലേക്ക് കയറി വരുന്ന ആൾക്ക് ആദ്യം ഉണ്ടാകേണ്ട എഫക്റ്റ് എന്താണ്, വിഷ്വലാണെന്ന് ഞാൻ തീരുമാനിച്ചു. ഇതിനെ മാർക്ക് ചെയ്യാണ്. ഈവൻ കാർപ്പറ്റ് മാറ്റി, എൻ്റെ കളറ് മാറ്റി. ചെറിയ വലിയ എമൗണ്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. പഴയ മേശകളൊക്കെ 2 കൗണ്ടറിൽ നിന്ന് അതൊക്കെ വാങ്ങി എടുത്തിട്ട് ഞാൻ ബാക്കിലുള്ള സ്പേസ് കിട്ടും. എൻ്റെ അവിടുത്തെ ചെയർ മാറ്റി, എല്ലാം A to Z, സീലിംഗ് ഒക്കെ മാറ്റി, പെയിൻറ് മാറ്റി. ഇതൊക്കെ ഇങ്ങനെ മാറ്റിയപ്പോൾ മാറ്റുന്നതിനിടയിൽ സ്റ്റാഫുകൾ എന്നോട് നേരിട്ട് ചോദിക്കില്ല, എന്നെ വിഷമിപ്പിക്കേണ്ട രീതിയിൽ ചോദിക്കില്ല. അവർ മറ്റുള്ള സ്റ്റാഫുകളും തമ്മിലുള്ള ചർച്ച എന്താ വെച്ചാൽ, സാർ ഈ ക്രൈസിസ് ഉള്ള സമയത്ത് എന്തിനാ ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ഇനി ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരേ സംശയം. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ എങ്ങനെയാണ് അവരൊക്കെ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതൊന്നും മൈൻഡ് ചെയ്യണ്ട, ഞാൻ ഒരു സാധനം എന്ത് ചെയ്യണേ, ഒരു സാധനം കൊണ്ടാണ് വന്നിട്ടുള്ളത്. ആ സാധനം ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകണം. ഇത് രണ്ടിലൊന്ന് എന്ത് ചെയ്യും, സംഭവിക്കും. വന്നിയിലേറൊന്നും ഞാൻ എന്ത് ചെയ്യാനില്ല, വരാനില്ല. കാരണം എന്താ വെച്ചാൽ കംപ്ലീറ്റ് പൂട്ടിയില്ലേ, ഏതായാലും ഞാൻ അതിലേറൊന്നും വരാനില്ലല്ലോ. അപ്പം ഇത് സംഭവിക്കാൻ പോയി. അത് മാറ്റി. പിന്നെ പുതിയ കോഴ്സുകൾ ഞാൻ ഡിസൈൻ ചെയ്തു. ഓൾറെഡി മാർക്കറ്റിലുള്ള കോഴ്സുകളാണ്. ആ കോഴ്സുകൾ ഞാൻ ഡിസൈൻ ചെയ്യുന്നത് കോഴ്സിൻ്റെ പേരും ഫീസും അതിൻ്റെ മെയിൻ കണ്ടൻറ്റും മാത്രമാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. അതിന് ഫാക്കൽറ്റീൻ്റെ അടുത്തില്ല. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ കംപ്ലീറ്റ് ഡീപ്പിലുള്ള സിലബസിൻ്റെ അടുത്തില്ല. ഇതൊന്നുമില്ല. ഞാൻ അഡ്വർടൈസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്ത് വേണം, എൻ്റെ നല്ലൊരു ഫ്രണ്ട് ഓഫീസർ വേണം. എൻ്റെ ഓഡിറ്ററി എന്ത് ചെയ്യണം, ക്ലിയർ ആക്കണം. കസ്റ്റമർ വരുമ്പോഴേ ഓരോ മോൾഡ് ചെയ്ത് റെഡിയാക്കി. ഫ്രണ്ട് ഓഫീസ് കണ്ടീഷനായി, ഈ മോൾഡ് ചെയ്തത് റെഡിയാക്കി. പിന്നെ ഒരിക്കൽ എന്ത് ചെയ്യണം, സെറ്റിക്ക് ഒരു ഫീലും വേണം. ഞാൻ അവിടെ ഒരു AC വെച്ചു. ഇതോട് കൂടിയിട്ട് അവിടെ എന്തായി, അവിടെ ഫുള്ള് എനർജി ലെവല് മാറി. കാരണം എനിക്ക് എനർജി കിട്ടിയത് ഈ ഒരു ഹാളിൽ വന്നപ്പോൾ, ഹാളിലെ ഒരു എനർജി വേറെ ഫീലിംഗ് അല്ലേ ഇവിടെ ഉണ്ടായിരുന്നത്. ആ എനർജി എനിക്ക് എന്ത് ചെയ്തു, എനിക്ക് മനസ്സിലായി എന്താ വെച്ചാൽ, നല്ലൊരു എനർജി, നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയാലേ കസ്റ്റമർ എന്ത് ചെയ്യുള്ളൂ. നമ്മളാണെങ്കിലും ഇപ്പോൾ പഴയ ഒരു കടയിലേക്കൊന്നും ഇപ്പോൾ ആരും കയറി ചെല്ലൂല കേട്ടോ, സൂപ്പർ മാർക്കറ്റിലേ പോവുള്ളൂ. കാരണം എന്താ വെച്ചാൽ അവിടെ ആ വെച്ച രൂപവും ആ കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വിഷ്വൽ കാറ്റഗറിക്കാരനാണ്, എനിക്ക് ഇവിടുന്ന് തിരിച്ചറിഞ്ഞു. ഒന്ന്. രണ്ടാമത്, എൻ്റെ വരുന്ന കസ്റ്റമർ ഈ 3-ൽ ആരെങ്കിലും ഒന്നായിരിക്കും, 100% ഉറപ്പാണ്. സാർ പറഞ്ഞു, റിലയൻസിൻ്റെ മാളിൽ പോയാലുള്ള ഉദാഹരണം പറഞ്ഞു, എല്ലാം നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ അങ്ങനെ കണക്കൂട്ടിയപ്പോൾ എന്താ മനസ്സിലായത്, ഇത് എന്താ രീതിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി പെട്ട ആളായിരിക്കും. വന്നാൽ ജീവിതത്തിൽ ചിലപ്പോൾ ഒരാൾ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു കോഴ്സ് അല്ലെങ്കിൽ 2 കോഴ്സേ ചെയ്യുള്ളൂ. പിന്നെ വേറൊരാളുടെ അടുത്ത് പോയിട്ട് ചെയ്യൂല. വന്നാൽ ഓൻ എന്ത് ചെയ്യണം, എൻ്റെ അടുത്ത് നിന്ന് തന്നെ ചെയ്യണം. എന്തായാലും എൻ്റെ അടുത്ത് നിന്ന് പോവാൻ പാടില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിൽ ആ സംഭവം തീരുമാനമെടുത്തു. ഈ 3 സംഭവം എന്തായി, ഭയങ്കര സക്സസ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഡ്മിഷൻ എൻക്വയറി വരുന്നത് അഡ്മിഷൻ മുന്നെന്താ വെച്ചാൽ, എൻക്വയറി വരും, അതിങ്ങനെ തട്ടിത്തിരിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വരാറിന് പോകും. പിന്നെ വിളിക്കുമ്പോഴത്തേനും ഒരു വേറെ എവിടെയും ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഇത് എൻക്വയറിക്ക് വന്ന ആള് അഡ്മിഷൻ. ഇനി അഥവാ എൻക്വയറി എടുത്ത് പോയാൽ തന്നെ അടുത്ത ദിവസം വന്നിട്ട് അയാൾ എന്തായാലും അഡ്മിഷൻ. ഇത് 2-3 കോഴ്സുകൾ ഇങ്ങനെ എടുത്ത് ഓരോരോ ഭാഗങ്ങൾ ഫില്ലാകൽ തുടങ്ങി. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേൽഭാഗമൊക്കെ ഫുള്ള് കാലിയായി കിടക്കുകയാണ്. ഞാൻ ഇവിടെ ഇരുന്നിട്ട് തെറാപ്പി ചെയ്യുമ്പോൾ ലാസ്റ്റ് സാറ് പറഞ്ഞു, നിങ്ങൾ ഒരു 2-3 തെറാപ്പി ഒന്ന് ചെയ്തു. എല്ലാത്തിലും ഫൈനലി നിങ്ങൾ കാണേണ്ട ഒരു സ്വപ്നത്തിനെ കുറിച്ചും നിങ്ങൾ കാണേണ്ട ഒരു ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ ആകെ കാണുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ ലാസ്റ്റ്. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫുള്ള് കുട്ടികൾ വേണം, ഫുള്ള് നല്ല തിരക്ക് വേണം, എപ്പോഴും ഫുള്ളായിരിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കണുള്ളൂ. അത് ഞാൻ അങ്ങനെ കണ്ടിരുന്നു ആ സമയത്ത്. അത് എത്രത്തോളം ആവുന്നൊന്നും എനിക്ക് ഇവിടുന്ന് പോകുമ്പോഴും കോൺഫിഡൻ്റ് ഒന്നുമില്ല. പക്ഷേ ആ സംഭവം അവിടെ സംഭവിച്ചു, 100% സംഭവിച്ചു. പറഞ്ഞാൽ ഇന്ന് കുട്ടികൾ ചോദിക്കൽ, ഈ ബാച്ചിക്ക് ഇനി അഡ്മിഷൻ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട സിറ്റുവേഷനായി.
ഫുള്ള് മാറ്റി, കംപ്ലീറ്റ് മാറി. നമ്മൾ ഉദ്ദേശിച്ചതിൽ കൂടുതൽ സ്ട്രെങ്ത് ആയി. പഴയ അവസ്ഥ മാറി. ആ സ്റ്റാഫുകൾ തന്നെ പറഞ്ഞു ഇവിടെ വരുമ്പോൾ ഇപ്പോൾ ഭയങ്കര ഫീലാണ്. ആ സ്റ്റാഫുകൾ പറയാണ്, അതായത് എന്നോട് മാറ്റണീന് എതിര് നിന്ന ആളുകളാണ് പറയണത് എന്താ വെച്ചാൽ, സാറേ നിങ്ങളെടുത്ത തീരുമാനം നന്നായി. കാരണം എന്നോട് തന്നെ നേരിട്ട് പറയും, ഇപ്പം നമുക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ ഫ്രണ്ട് ഓഫീസിൽ വന്നിരിക്കുമ്പോൾ ഒരു വേറെ ഫീലാണ് എന്ന് പറഞ്ഞു. ഞാൻ എല്ലായിടത്തും മാറ്റി, ലാബ് മാറ്റി, സിസ്റ്റം മാറ്റി, പിന്നെ എല്ലാ ഭാഗങ്ങളും ഫുള്ള് കണ്ടീഷനാക്കി റെഡിയാക്കി. പിന്നെ നമുക്ക് ഈ വന്ന കുട്ടികളെ വീണ്ടും നമ്മൾ വിഷ്വൽ കാറ്റഗറിക്ക് ഒരു പരസ്യത്തിനായിട്ട് ഉപയോഗിച്ച് ഞാൻ യൂണിഫോമും കൂടി എന്ത് ചെയ്തു, ഒരു അപ്ലൈ ചെയ്തു. ഒരു 2-3 ടൈപ്പ് യൂണിഫോം അപ്ലൈ ചെയ്തു. അപ്പോൾ അത് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് ഇവിടെ കോഴിക്കോട് ഉമാദേവിയിൽ വന്നിട്ട് പെൺകുട്ടികൾക്കുള്ള സാരിയൊക്കെ ഉമാദേവി വന്നിട്ട് ആ ഏരിയയിൽ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇല്ലാത്ത രൂപത്തിൽ ഉള്ള സാരി, മീൻസ് ആ ഡിസൈനുള്ള സാരി സെലക്ട് ചെയ്ത് ഇപ്പം എന്താ വെച്ചാൽ ഒരു 12 മണി 1 മണി സമയത്ത് ആ ഏരിയയിൽ ഫുള്ള് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളായിരിക്കും. അതേപോലെ കുട്ടികളെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ക്ലാസ് നടക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ക്ലാസ്സിന് 60 കുട്ടികളെ 30 കുട്ടികളുള്ള 2 ബാച്ച് പോടൽ തുടങ്ങി. വയനാട്ടിൽ നിന്ന് കുട്ടികളുണ്ട്, പത്തനംതിട്ടയിൽ നിന്ന് കുട്ടികളുണ്ട്, എറണാകുളത്ത് നിന്ന് കുട്ടികളുണ്ട്, കോഴിക്കോട് നിന്ന് കുട്ടികളുണ്ട്. ഇവരൊക്കെ വന്നിട്ട് താമസിച്ചിട്ടാണ് പഠിക്കണേ. MBA കഴിഞ്ഞ കുട്ടികൾ വരെ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് വീണ്ടും ട്രെയിനിങ്ങിന് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ നമ്മളെ ഏറ്റവും വലിയ ഒരു ഉദ്ദേശം എന്താ വെച്ചാൽ, ആര് നമ്മളടുത്ത് വന്നാലും ഇറങ്ങണ സമയത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടായിരിക്കണം, അവർക്ക് അതുകൊണ്ടൊരു ജീവിതത്തിലൊരു ഉപകാരം ഉണ്ടാവണം എന്നുള്ള രൂപത്തിൽ തന്നെയാണ് നമ്മളതിൻ്റെ അത് ഫുള്ള് കീപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പ്രിൻസിപ്പിൾസ് നമ്മൾ അതിൽ അപ്ലൈ ചെയ്തു. എവിടേക്ക് അപ്ലൈ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആൾ മാറുകയാണ്, അയാൾ അവിടെ വന്നിട്ട് മാറ്റം വരുത്തണം. അതേപോലെ തന്നെ അയാൾക്ക് സംസാരിക്കുന്ന ആൾക്കാർ, സ്റ്റാഫിനെ നമ്മൾ ട്രെയിൻ ചെയ്തു. എല്ലാ നെഗറ്റീവ്സിനെ ഫുള്ള് നമ്മൾ റിമൂവ് ചെയ്തു. എന്ത് പ്രശ്നം ഉണ്ടായാലും എന്ത് ചെയ്യാൻ പാടില്ല, നെഗറ്റീവ് സംസാരിക്കാൻ സ്റ്റാഫിന് ഇതില്ല. എക്സ്പീരിയൻസ് സ്റ്റാഫിനെ കൊണ്ടുവന്ന് എല്ലാവരും ട്രെയിൻ ചെയ്ത് റെഡിയാക്കി എടുത്ത്. ഇതിനൊക്കെ കാരണം എന്താ വെച്ചാൽ, ഈ സത്യത്തിൽ എന്താ വെച്ചാൽ ഈ ഒരൊറ്റ ക്ലാസ്സാണ്. അന്ന് സാർ ഇതുവരെ ഫീഡ്ബാക്ക് ചോദിച്ചപ്പോൾ ഫീഡ്ബാക്ക് പറയാൻ എന്തപ്പം ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ ഞാൻ സത്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ മേലോട്ട് നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അത് ഫുള്ളങ്ങോട്ട് ചേഞ്ചായി കംപ്ലീറ്റ്. കാരണം ഇവരെ സാറിൻ്റെ ഫീഡ്ബാക്കിൻ്റെ അതിൽ കബീറാക്കാൻ്റെ വോയിസ് ഉണ്ട്. നമ്മളെ തൊട്ടടുത്തുള്ള ആളാണ് ജാംജമ്മ് കബീറാക്കാൻ. അപ്പോൾ അയാളൊക്കെ അതിൽ പങ്കെടുത്തിരുന്ന ആളാണെന്ന് ഞാൻ പിന്നെയാണ് എപ്പോഴാണ് അറിയണ്ടേ, കേട്ടാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അയാൾ ഒരുപാട് സാമ്രാജ്യങ്ങൾ അയാളെ ആ ഒരു ഗൈഡൻസിൽ സൃഷ്ടിച്ചു. ജാംജമ്മ് നമ്മളെ തൊട്ടപ്പുറത്തുണ്ട്, ഇവിടെ കോഴിക്കോടുണ്ട്, വയനാടുണ്ട്, ഒരുപാട് സംഭവങ്ങൾ അതൊക്കെ അയാളൊരു ലീഡർഷിപ്പിലാണ് സംഭവം ചെയ്തത്. ഇവിടെ വന്ന് നമ്മൾ ഈ സംഭവങ്ങൾ കിട്ടൽ തുടങ്ങിയതിന് ശേഷം, ഈ കാര്യങ്ങൾ വന്നതിന് ശേഷം നമ്മളെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ മാറ്റി. നമുക്ക് കമ്മ്യൂണിക്കേഷനായിട്ട് മാസ്റ്റർ ഇന്നേ ക്ലാസ് വെച്ചിട്ടുള്ളെങ്കിലും ഒരുപാട് കാര്യങ്ങൾ സാർ നമുക്ക് അന്ന് തന്നെ പറഞ്ഞു തന്നു. ഓരോ സംഭവങ്ങളും നമുക്ക് എന്ത് ചെയ്തോ എഫക്റ്റീവാക്കാൻ, ഭയങ്കരമായിട്ട് എഫക്റ്റീവാക്കാൻ പറ്റി. പിന്നെ സാറ് വേറൊരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളെ കഴിഞ്ഞ ആ കോഴ്സ് ഗ്രോത്ത് മാസ്റ്റർ കഴിഞ്ഞതിന് ശേഷം ഉടനെ ഒരു ഓൺലൈൻ സെക്ഷൻ വെച്ചിരുന്നു. ഭയങ്കര എഫക്റ്റീവായിട്ടാണ് ക്ലാസ്. കാരണം നമ്മൾ അന്ന് നടന്ന ക്ലാസ്സിനെ ഫുള്ളായിട്ട് റിവൈൻഡ് ചെയ്തിട്ട് സാറ് നമുക്ക് ഓരോ പോയിന്റ്സ്, അന്ന് 50ഓളം പോയിന്റുകൾ സാറ്, ആ 50ഓളം പോയിന്റുകളെ സാറ് വീണ്ടും നമുക്ക് പറഞ്ഞു. അതുകൊണ്ടും കൂടിയാണ് സത്യത്തിൽ എന്ത് ചെയ്തത്, അത് അപ്ലൈ ചെയ്യാൻ പെട്ടെന്ന് സാധിച്ചത്. കാരണം വീണ്ടും അത് ഫുള്ള് പറഞ്ഞ സമയത്ത് ഓൺലൈനിൽ ഇരിക്കുമ്പോൾ ഞാൻ ഓരോന്ന് നോട്ട് ചെയ്തിട്ട് ഓരോരോ കാര്യങ്ങളും വാച്ച് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. വീണ്ടും 2-3 ക്ലാസ്സുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, 2-3 ഓൺലൈൻ ക്ലാസ്സുകളിൽ ഞാനതിൽ പങ്കെടുത്തിരുന്നു. ആ ഫ്രീ സെക്ഷനിൽ മാത്രമാണ് പങ്കെടുത്തിരുന്നത്. അതിലും ഒരുപാട് കാര്യങ്ങൾ കേട്ടതാണെങ്കിൽ കൂടി ഭയങ്കര എഫക്റ്റീവായിട്ടാണ് ഉണ്ടായത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിലാ പറയുന്ന കാര്യം വേറൊന്നെന്താ വെച്ചാൽ, 100% പാർട്ടിസിപ്പേഷൻ സാറ് പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സാറ് പറയും, ഈ 100% പാർട്ടിസിപ്പേഷൻ ഞാൻ ഫുള്ള് അപ്ലൈ ചെയ്തു. എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ പറഞ്ഞു, ഈ കോഴ്സ് വിജയിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ഇതിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 100% പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. വേറെ ഒന്നുമില്ല, 100% പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അതിലെല്ലാം പെട്ടു, എല്ലാ കാര്യവും പെട്ടു. യൂണിഫോം അവരിടണം, അതേപോലെ ഫീസ് അവരടക്കണം, എല്ലാം വേണം, എല്ലാ ദിവസവും വരണം, നോട്ട് ചെയ്യണം, എല്ലാം നമ്മൾ വിട്ടു. 100%
ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ ഒരു ആഡ് ഇട്ടപ്പോൾ നമ്മളെ സ്റ്റുഡൻ്റ് തന്നെ അതിൻ്റെ അടിയിലിട്ടിങ്ങനെ 100% പാർട്ടിസിപ്പേഷൻ എന്നെ കളിയാക്കി ഇട്ടതാണ്, എനിക്ക് കുഴപ്പമില്ല. അങ്ങനെങ്കിലും ആ 100% പാർട്ടിസിപ്പേഷൻ ഒരു ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു എഫക്റ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കിത് പറയാതിരിക്കാനൊരു വഴിയില്ല. നമുക്കൊരു സന്തോഷം കിട്ടുമ്പോൾ ആ സംഭവത്തിനെ പങ്കുവെക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു. Moino is an international certified trainer. Moino has completed hundreds and hundreds of trainings in various topics from many top international trainers. He has obtained many international certifications. Following are a few names of his trainers: Tony Robbins, USA; Dr. John D. Martini, USA; Brian Tracy, USA; Blair Singer, USA; Mac Attram, UK; Zoltan Hrusko, USA; Marcus D. Maria, Europe; Larry Gilman, USA; Alex Mandosian, USA; Robert Riopel, Canada; Timothy Hewen, Australia; Thaddeus Lawrence, Singapore; Seen Sia, Singapore; Shiv Khera, India, and many more. He has conducted his life-changing trainings in Dubai, Sharjah, Abu Dhabi, Ajman, Alain, Doha, Qatar, and India. Moino is a motivational speaker. Moino is an enthusiastic and passionate motivational speaker. He has an extraordinary and unique power to stir the audience and motivate to achieve the goals intended in the session. He has done several motivational sessions on various topics of life on different stages with top trainers like Shiv Khera, both in Middle East and India. He has completed several intense in-house courses, trainings, and direct coaching in NLP, Neuro-Linguistic Programming, TA Psychology, CBT, REBT, Counseling, Psychotherapy, ESP, Meditation, Yoga, Pranic Healing, Theta Healing, Silva Ultra Mind System, and much more from several experiential masters both from India and abroad. He has 23 years of experience in his field. He is the founder of Success Valley, a private limited company specializing in success, abundance, happiness, and fulfillment in all areas of human life. His training is an experience, not a program. It is transformative, not informative. It is therapeutic, not theoretical. It is engaging and amusing, flavored with outstanding anecdotes, parables, stories, experiences, and jokes. Media. Moino's programs and interviews have been telecasted by many TV channels of Kerala, India, and Middle East. He has been invited as a chief guest in Sharjah International TV, a Sharjah government channel. Many newspapers like Malayalam Manorama, Madhrubhumi have reported his services to the humanity.